മാഷാ അല്ലാഹ്. ഇന്നത്തെ തുടക്കം, ഇന്നത്തെ കുരുന്നുകൂട്ടത്തിന്റെ ഉദ്ഘാടനം മാജിദാമോള് തന്നെ ആട്ടെ അല്ലേ? അതല്ലേ? മാജിദാമോൾ മനോഹരമായിട്ട് ഞാൻ ആദ്യം കേട്ടിട്ടുണ്ട് പാട്ട്, പക്ഷെ മറന്നതാണ്. ഐഡിയൊക്കെ കാണുമ്പോൾ മറന്നത്. മുനീർ മാജിദാമോൾ റൈസ് ഹാൻഡ് ചെയ്യേ. മോള് കേൾക്കണില്ലേ? മോള് ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? അത് ഞാൻ ഡി സി ആയതാ. ഉണ്ട്. എന്നാ മോള് നല്ലൊരു പാട്ട്, നല്ലൊരു ഭക്തിഗാനം പാടിയിട്ട് ഈ കുരുന്നുകൂട്ടം ഉദ്ഘാടനം ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഖൈറും ബർക്കത്തും റാഹത്തും ഈ ലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കുകൊണ്ട് ഈ കുരുന്നുകൂട്ടം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? ഇന്ന് സ്വാതന്ത്ര്യ ദിനമായതിനാൽ ഞാനൊരു ദേശഭക്തി ഗാനം പാടാം. ഭാരതമ്മയ്ക്ക് കനിമലരായി വിരിഞ്ഞു നമ്മൾ, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്. 100 ജാതി മതങ്ങളാൽ പിരിഞ്ഞു നമ്മൾ, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്. ഭാരതമ്മയ്ക്ക് കനിമലരായി വിരിഞ്ഞു നമ്മൾ, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്. 100 ജാതി മതങ്ങളാൽ പിരിഞ്ഞു നമ്മൾ, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്. എത്ര ദേശക്കാർ നമ്മെ വഞ്ചകരാക്കി, എത്ര വഞ്ചകർ നമ്മെ പാപ്പരാക്കി, എത്ര ദേശക്കാർ നമ്മെ വഞ്ചകരാക്കി, എത്ര വഞ്ചകർ നമ്മെ പാപ്പരാക്കി. അതിലൊന്നായി പാടിയ വിജയഗീതം, അതിലൊന്നായി പാടിയ വിജയഗീതം. ഭാരതമ്മയ്ക്ക് കനിമലരായി വിരിഞ്ഞു നമ്മൾ, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്. 100 ജാതി മതങ്ങളാൽ പിരിഞ്ഞു നമ്മൾ, 100 ജാതി മതങ്ങളാൽ വിരിഞ്ഞു നമ്മൾ, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്. അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അതെന്താ സംഭവിച്ചെന്ന് വെച്ചാലേ, മാജിദാമോള് പാടുന്ന സമയത്ത് മാജിദാമോളെ പാട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റീരിയോ മിക്സ് ഓണാക്കി. ഇപ്പൊ കേൾക്കണ്ടല്ലോ അല്ലെ? അതാണ് സംഭവിച്ചത്. ആ പാട്ട് പിടിക്കാൻ പറ്റില്ല, അപ്പൊ തന്നെ അത് ഇതായില്ല. ഇനി അടുത്ത പാട്ട് ഇൻഷാ അല്ലാഹ് പിടിക്കണം. നല്ല ഈ കുട്ടികൾ പാടുന്ന പാട്ടൊക്കെ ഞാൻ ആദ്യം പിടിച്ചു വെച്ചിരുന്നു. ഏതായാലും സാഹചര്യത്തിനനുസരിച്ചുള്ള നല്ലൊരു പാട്ട്. ഇന്ന് സ്വാതന്ത്ര്യദിനാണ്, ആഗസ്റ്റ് 15. നമുക്ക് സ്വാതന്ത്ര്യദിനം കിട്ടിയ ദിവസമാണ്. ആ ദിവസത്തില് അതിനോട് അനുബന്ധിച്ചുള്ള നല്ല മനോഹരമായൊരു പാട്ട് അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കൊക്കെ ആ കുട്ടി ഉപകാരപ്പെടുന്ന ഇൽമു പഠിച്ചുകൊണ്ട് ഇത് ലോകത്തും ഉപകാരപ്പെടുന്ന മോളാക്കി ആ മോളെ അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വാലിഹീങ്ങളാക്കട്ടെ.
ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കുട്ടികളൊക്കെ മാറ്റി തരുമാറാകട്ടെ ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് മാജിദ മോളെ, ആ പാട്ടിലുള്ള അതൊന്നും വിഷയമല്ല കേട്ടോ. ഒരു കുറച്ച് ചെറിയ തെറ്റവും തെറ്റിച്ചിട്ട് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. മാജിദ മോളെ വീണ്ടും മൈക്കിൽ വരണം, പാട്ട് പാടണം. നല്ല സൗണ്ടാണ്. ഇങ്ങനെ നമ്മളെ കുട്ടികൾ പാടുന്ന രൂപത്തിൽ തന്നെയാണ് ഈ മാജിദ മോളാണെങ്കിലും ഇനി റസുൽ മോനാണെങ്കിലും അടുത്ത ഐഡിയുള്ള സിദ്റാബുമുല്ല അല്ലെ, ആ ഐഡിയുള്ള കുട്ടികളൊക്കെ പാടുന്ന സമയത്തൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന നമ്മളെ കുട്ടികൾ പാടുന്ന പോലെ തന്നെയാണ്. ഏതായാലും ഇനി സിദ്റ അബ്ദുള്ള അങ്ങനെ മാഷാ അല്ലാഹ്. ഇതേ ഈ കൂട്ടി എഴുതുമ്പോഴുള്ള ഇതാണ്. പിന്നെ ഈ പാട്ട് ഒന്നും കൂടി പാടണം ഇൻഷാ അല്ലാഹ്. എനിക്കപ്പ റെക്കോർഡ് ചെയ്യും വേണം. മുനീർ നമ്മളെ മാജിദ നമ്മളൊന്നും കൂടി പാടുന്നാ പറഞ്ഞത്. ഏതായാലും മുനീർ പോകരുത്. ഇനി സിദ്റ അബ്ദുള്ള എന്ന ഐഡിയിലുള്ള കുട്ടി ഉറക്കെ പേര് പറയണം, എന്നാലേ ഇവിടെ എനിക്ക് കേൾക്കുള്ളൂ. പേര് പറഞ്ഞിട്ട് നല്ല മനോഹരമായി പാടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ആമീന ബീവി തൻ ആരംഭപ്പൂവല്ലേ, അബ്ദുള്ള ഉപ്പാത്തൻ കാരുണ്യ കടലല്ലേ, ആലം പുല്ലും എന്നും വാഴ്ത്തുന്ന നൂറല്ലേ, ആഹിറുൽ അംബിയ ഹഖിന്റെ നിധിയല്ലേ, ആമീന ബീവി തൻ ആരംഭപ്പൂവല്ലേ, അബ്ദുള്ള ഉപ്പാത്തൻ കാരുണ്യ കടലല്ലേ, ആലം പുല്ലും എന്നും വാഴ്ത്തുന്ന നൂറല്ലേ, ആഹിറുൽ അംബിയ ഹഖിന്റെ നിധിയല്ലേ, സത്യത്തിൻ പാതയിൽ നിന്നുള്ളൊരു മലരല്ലേ, സ്നേഹത്തിൻ നിധിയായി തിളങ്ങും പൂമുത്തല്ലേ, ശബവൊന്നില്ലാദിത്യ തങ്ങൾ സഹിച്ചില്ലേ, സന്മാർഗ പാതയിൽ വിജയം വാരിച്ചില്ലേ, സത്യത്തിൻ പാതയിൽ നിന്നുള്ളൊരു മലരല്ലേ, സ്നേഹത്തിൻ നിധിയായി തിളങ്ങും പൂമുത്തല്ലേ, സബബൊന്നില്ലാദിത്യ തങ്ങൾ സഹിച്ചില്ലേ, സന്മാർഗ പാതയിൽ വിജയം വാരിച്ചില്ലേ, സത്യസനരിതൻ മുത്ത് നബിയോരെ, ഷാഫി സമാധാനം മുത്ത് ഹബീബോരെ, സത്യസനരിതൻ മുത്ത് നബിയോരെ, ഷാഫി സമാധാനം മുത്ത് ഹബീബോരെ, ആമീന ബീവി തൻ ആരംഭപ്പൂവല്ലേ, അബ്ദുള്ള ഉപ്പാത്തൻ കാരുണ്യ കടലല്ലേ, ആലം കുല്ലും എന്നും വാഴ്ത്തുന്ന നൂറല്ലേ, ആഖിറുൽ അംബിയ ഹഖിന്റെ നിധിയല്ലേ, അന്ന് തിരുദൂതർ കാണിച്ചുള്ള പാതയിൽ നിന്നും മനുഷ്യരിടറുന്ന പാതയിൽ ഇൽമിൻ വെളിച്ചം ചോരിയണമെൻ കൽബിൽ, ഇറയവനെ നീട്ടും എൻ ഇരു കൈകൾ നിൻ മുമ്പിൽ, അന്ന് തിരുദൂതർ കാണിച്ചുള്ള പാതയിൽ നിന്നും മനുഷ്യരിടറുന്ന പാതയിൽ ഇൽമിൻ വെളിച്ചം ചോരിയണമെൻ കൽബിൽ, ഇറയവനെ നീട്ടും എൻ ഇരു കൈകൾ നിൻ മുന്നിൽ, ഇസ്ലാം റസൂലിന്റെ പൂമുഖം കണ്ടെന്നിൽ, ഈമാൻ നിറവേറ്റി വീളിക്കെന്നെ നിൻ മുമ്പിൽ, ഇസ്ലാം റസൂലിന്റെ പൂമുഖം കണ്ടെന്നിൽ, ഈമാൻ നിറവേറ്റി വീളിക്കെന്നെ നിൻ മുമ്പിൽ,
ആമീന ബീവി തൻ ആരംഭപ്പൂവല്ലേ, അബ്ദുള്ള ഉപ്പാത്തൻ കാരുണ്യ കടലല്ലേ, ആലം കൊല്ലും എന്നും വാഴ്ത്തുന്ന നൂറല്ലേ, ആഖിറുൽ അംബിയ ഹഖിന്റെ നിധിയല്ലേ. മഹ്ശറ സഭയിൽ ഞാൻ എത്തുന്ന നേരത്ത്, മനസ്സിൽ ഖൗഫിന്നലകൾ ഓടുന്ന സമയത്ത്, മന്നാനെ വിധേയത്തിൽ ചേർക്കുന്ന ലോകത്ത്, മുത്ത് റസൂലിന്റെ ഉമ്മത്തിൻ ചാരത്ത്. മഹ്ശറ സഭയിൽ ഞാൻ എത്തുന്ന നേരത്ത്, മനസ്സിൽ ഖൗഫിന്നലകൾ ഓടുന്ന സമയത്ത്, മന്നാനെ വിധേയത്തിൽ ചേർക്കുന്ന ലോകത്ത്, മുത്ത് റസൂലിന്റെ ഉമ്മത്തിൻ ചാരത്ത്. ഹൗലുൽ കൗസറിൻ മാധുരം മുകരുവാൻ, ആദരവോടെ സുവർഗത്തിൽ കൂടുവാൻ. ഹൗലുൽ കൗസറിൻ മാധുരം മുകരുവാൻ, ആദരവോടെ സുവർഗത്തിൽ കൂടുവാൻ. ആമീന ബീവി തൻ ആരംഭപ്പൂവല്ലേ, അബ്ദുള്ള ഉപ്പാത്തൻ കാരുണ്യ കടലല്ലേ, ആലം കൊല്ലും എന്നും വാഴ്ത്തുന്ന നൂറല്ലേ, ആഖിറുൽ അംബിയ ഹഖിന്റെ നിധിയല്ലേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനേ പേര് പറഞ്ഞ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെയും കേട്ടിരുന്നോ? ഞാൻ പേര് പറഞ്ഞ കേട്ടില്ല. നിങ്ങൾ ആരെയും കേട്ടിരുന്നോ? ഹലോ, അസ്സലാമു അലൈക്കും. കേട്ടിട്ടില്ല. എന്താ പേര് പറഞ്ഞിന്? എന്താ പേര് പറഞ്ഞിന്റെ? പേരൊന്ന് അടിച്ചാണ്. പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ നമ്മള് കേൾക്കുക? അർഷിന അല്ലെ? അർഷിന. അർഷിന മോള്. ഏതായാലും മനോഹരമായ പാട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആരെക്കുറിച്ച് പാടുമ്പോളാ? ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വലൈക്കും അസ്സലാം ആരെക്കുറിച്ച് പാടുമ്പോളാ? ഞാൻ മുമ്പൊക്കെ പറഞ്ഞു, ആരെക്കുറിച്ച് പാടുമ്പോഴാണ് നമുക്ക് ഏറ്റവും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ട പാട്ട്. ഹബീബിനെ കുറിച്ച് പാടുമ്പോഴാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. അപ്പൊ ചെറിയ കുട്ടികളെ നാളെ ഉസ്താമാര്, നമ്മളെ ഉസ്താമാരൊക്കെ വയലാകുന്ന സമയത്ത് പറയും, ആദ്യം കുട്ടികളെ 3 മാസം ഉറക്കണ സമയത്ത് പാട്ട് പാടേണ്ടത് അല്ലെ? ഏത് പാട്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് 4ാമത്തെ മാസത്ത് എത്തുമ്പോ അതിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കൂടി കൂട്ടിക്കൊടുക്കുന്നു അല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. താരാട്ട് പാട്ട്. എന്നിട്ട് പറഞ്ഞു, എത്ര കരയുന്ന കുട്ടിയാണെങ്കിലും ആദ്യത്തെ 3 മാസം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ പാട്ട് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ബെയ്ത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അടങ്ങിക്കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 മാസം കഴിഞ്ഞ 4ാമത്തെ മാസം മുത്തുനബീനെ കുറിച്ചുള്ള അതും കൂടി ആ ഷഹാദത്ത് ഇത് കഴിഞ്ഞിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൂടി കൂടുമെന്ന് അവന്മാരൊക്കെ പറയാറുണ്ട്. ഇവിടെ അടുത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഏതോ ഉസ്താദ് കേട്ടു. അപ്പൊ മുത്തുനബിയെ കുറിച്ചുള്ള പാട്ട് പാടുമ്പോൾ നമുക്ക് കേൾക്കാതെ വല്ലാത്തൊരു സന്തോഷമാണ്. മാത്രല്ല മോള് അർച്ചന മോള് അതിലെ എല്ലാ ഭാഗങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചും ചെയ്തു. അവിടുത്തെ ശഫായത്തും എല്ലാ ഭാഗങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ കയ്യിൽ നിന്ന്, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള
സൗഭാഗ്യം തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും, മോൾക്കും മോളുടെ കുടുംബത്തിനും നമുക്കെല്ലാവർക്കും, നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ദുആ ചെയ്യുന്നു. മനോഹരമായൊരു പാട്ട്, നല്ലൊരു പാട്ടായിരുന്നു, നല്ലൊരു പാട്ട്. മുത്ത് ഹബീബിനെ കുറിച്ച് പാടുമ്പോ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടുമ്പോ അത് മറ്റേത് പാട്ടിനേക്കാളും നമ്മളെ വല്ലാതെ ആകർഷിക്കുകയും നമുക്കത് കേൾക്കാൻ പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിനെ സ്നേഹിക്കാനും അവിടുത്തെ പാത പിൻപറ്റാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത് മുനീർ എന്ന ഐഡിയിലുള്ള മോളെ പേര് പിന്നെ മറന്നല്ലോ, എന്താണ് വലിയ മറവിയാണ്, എന്താ മോളെ പേര് ഒന്നും കൂടി? മാജിദ മോള്. നിങ്ങൾ മറക്ക് ചെയ്തിട്ട പേര്, ഞാൻ മറക്ക വിചാരിച്ച് നിങ്ങൾ മറക്കാൻ പാടില്ല. മാജിദ മോള് ഇനിയും ആ പാട്ട് പാടും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് റിസുൽമോന്റെ ഒക്കെ പാട്ട് കേട്ടിട്ട് കുറെ കാലമായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് റിസുൽമോനും പാടും എന്ന് അറിയിച്ചുകൊണ്ട് മാജിദ മോളെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭാരതമ്മയ്ക്ക് കനിമലരായി വിരിഞ്ഞു നമ്മൾ, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്. 100 ജാതി മതങ്ങളാൽ വിരിഞ്ഞു നമ്മൾ, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്. ഭാരതമ്മയ്ക്ക് കനിമലരായി വിരിഞ്ഞു നമ്മൾ, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്. 100 ജാതി മതങ്ങളാൽ പിരിഞ്ഞു നമ്മൾ, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്. എത്ര കാളിദാസൻ ജനിച്ചു വളർന്ന നാട്, ഇഖ്ബാലിന്റെ ശബ്ദമുയർന്ന നാട്. എത്ര കാളിദാസൻ ജനിച്ചു വളർന്ന നാട്, ഇഖ്ബാലിന്റെ ശബ്ദമുയർന്ന നാട്. നമുക്കാടാം പാടാം വിജയഗീതം, നമുക്കാടാം പാടാം വിജയഗീതം. ഭാരതമ്മയ്ക്ക് കനിമലരായി വിരിഞ്ഞു നമ്മൾ, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്. 100 ജാതി മതങ്ങളാൽ തിരിഞ്ഞു നമ്മൾ, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്. എത്ര ദേശക്കാർ നമ്മെ വഞ്ചകരാക്കി, എത്ര വഞ്ചകർ നമ്മെ പാപ്പരാക്കി. എത്ര ദേശക്കാർ നമ്മെ വഞ്ചകരാക്കി, എത്ര വഞ്ചകർ നമ്മെ പാപ്പരാക്കി. അതിലൊന്നായി പാടിയ വിജയഗീതം, അതിലൊന്നായി പാടിയ വിജയഗീതം. ഭാരതമ്മയ്ക്ക് കനിമലരായി വിരിഞ്ഞു നമ്മൾ, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്, ഒത്തുചേരൂ എന്നും നമ്മളൊന്നാണ്. 100 ജാതി മതങ്ങളാൽ പിരിഞ്ഞു നമ്മൾ, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്, ഒരു നെറ്റിയിൽ പൂത്ത മലരുകളാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ മനോഹരമായൊരു പാട്ട്, സ്വാതന്ത്ര്യ ദിനത്തിനെ കുറിച്ചല്ലേ. ഞാൻ ആ പാട്ട് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റെക്കോർഡ് ക്ലിയർ ഉണ്ടോ നോക്കണം. ഈ സമയത്ത് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ മനോഹരം പാട്ട്. ആദ്യം പാടിയ സമയത്ത് ഒരു ക്ലിയർ കുറവുണ്ടായിരുന്നു, പിന്നെ രണ്ടാമത് പാടിയപ്പോ ഇപ്പൊ ക്ലിയർ ഉണ്ടായിരുന്നില്ലേ തോട്ടക്കാട് ഉസ്താദെ? ഇപ്പൊ ക്ലിയർ ഉണ്ടായിരുന്നല്ലേ? ഞാൻ DC ആയോ? പതിവില്ലാന്നോ? ഇപ്പൊ ക്ലിയർ ഉണ്ടായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ വളരെ മനോഹരമായ ഒരു പാട്ട്. നമ്മളെ ഇന്ത്യക്കാർ, നമ്മള് എപ്പോഴും പറയുന്ന സമയത്ത് നമ്മളെ നാട്ടിലെ കുട്ടികളൊക്കെ പാടും, നമ്മുടെ നാടാണ് ഇന്ത്യ, നമ്മുടെ വീടാണ് ഇന്ത്യ, നമ്മുടെ നാടും വീടും കൂടും നമ്മൾ പിറന്നോരിന്ത്യ. ആ പാട്ട് പാടി നിങ്ങൾ ആരും ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പാട്ട് പാടുന്നത് കുട്ടികള് അല്ലേ? അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടില്ലേന്നോ അല്ലേ? നമ്മുടെ നാടാണ് ഇന്ത്യ, നമ്മുടെ വീടാണ് ഇന്ത്യ, നമ്മുടെ നാടും വീടും കൂടും നമ്മൾ പിറന്നോരിന്ത്യ. അപ്പൊ നമ്മുടെ നാടിനോട് നമുക്കുള്ളൊരു സ്നേഹം,
അതൊരു വല്ലാത്ത സ്നേഹമാണ്. നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള എല്ലാ ജാതി മതക്കാരെല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് എന്നുള്ള ഒരു വികാരം നമുക്കതില്. സഹോദരന്മാരെ, ഞാൻ DC അയക്കണോ? ഞാൻ DC അയക്കണം? നോ DC. അപ്പൊ ഏതായാലും നമ്മുടെ ഇതൊന്നുമില്ല, നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് മറ്റു മതക്കാരായ ആളുകളോടും ഒക്കെ നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഒക്കെ. അതുകൊണ്ട് നമ്മൾ എത്ര മറ്റു മതക്കാരായ ആളുകളെ സ്നേഹിക്കുന്നുണ്ടോ അത്രയും ബഹുമാനം ആദരവും നമ്മോട് കൂടെ ചെയ്യാം. മാത്രമല്ല നമ്മുടെ മതത്തോടൊക്കെ അടുക്കാനുള്ള ഒരു പ്രചോദനം കൂടി അതിൽ നിന്നൊക്കെ ഉണ്ടാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാടിനെ എന്നും ഒരു സുരക്ഷിതമായ നാടാക്കി മാറ്റുമാറാകട്ടെ. ദുആ ചെയ്യുന്ന ഏതായാലും മോൾക്ക് ഒരുപാട് ആശംസകളും ഒരുപാട് പൂക്കളും നേരുന്നുണ്ട് ഈ പാട്ട് ഈ സമയത്ത് പാടിയതിന്. ഇൻഷാ അല്ലാഹ് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റൊരു സമയത്ത് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് മറ്റൊരു സമയത്ത് ഇപ്പോ ഞാനും അതിന്റെ ഇടയ്ക്ക് പാടിനൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി തയ്യിബ് റഹ്മാനി ഉസ്താദ്, ഞാൻ നിങ്ങളെ സൗണ്ട് കേട്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഈ കുരുന്നുകൂട്ടം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ മൈക്കിൽ വരണം. അടുത്ത് തയ്യിബ് റഹ്മാനി ഉസ്താദ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ്. അതല്ല, അത് ഇംഗ്ലീഷിലൊക്കെ അതിനെ കുറിച്ചൊരു പാട്ടൊക്കെ പാടാം. അതിനിപ്പോ കുട്ടികളെ ഒന്നും കാണുന്നില്ല. തയ്യിബ് റഹ്മാനി ഉസ്താദ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് മൈക്കിൽ വരണം. റസിൽമോന് അടുത്തത് നമ്മളോട് അടുത്ത മൈക്ക് എടുക്കുന്നത്. മുസ്ലിമോന് മൈക്കെടുക്കുന്ന സമയത്ത് ഉറക്കനെ പേര് പറയണം. മോനാണെങ്കിൽ മോളാണെങ്കിൽ ഒക്കെ അവിടെ മോളും ഉണ്ട് തോന്നുന്നുണ്ട്. ഏതായാലും മൈക്ക് എടുത്തിട്ട് ഉറക്കെ പേര് പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എന്റെ പേര് മുഹമ്മദ് റസൽ. ബഹുമാന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, KCR-ലെ അഡ്മിന്മാർ നമുക്കായി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ബഹുമാന്യരെ, മുസ്ലിങ്ങളായ നാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതെ, അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹായെയും സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ അല്ലാഹു അവരോടായി പറയുന്നു, وَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. നിങ്ങൾക്ക് എന്നിൽ നിന്നും സന്മാർഗം വന്ന് ലഭിച്ചേക്കാം. അന്നേരം എന്റെ സന്മാർഗത്തെ അനുകരിച്ചാൽ അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല, വിഷമിക്കാനില്ല. സഹോദരങ്ങളെ, ആ വാഗ്ദാനമാണ് അള്ളാഹുവിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ പ്രവാചകരിൽ അവതരിപ്പിക്കപ്പെട്ട ദീനുൽ ഇസ്ലാം. ഇത് അള്ളാഹു നമ്മുടെ പ്രവാചകരിലൂടെ സമ്പൂർണമാക്കിയിരിക്കുകയാണ്. സമ്പൂർണമായ ഈ തത്വസംഹിത പോറലേൽക്കാതെ സംരക്ഷിക്കൽ അതിന്റെ ഇന്നത്തെ വാക്താക്കളായ നമ്മുടെ ബാധ്യതയാണ്. ഏത് ജീവിക്കും മരണം നിർബന്ധമുള്ളതുപോലെ നമ്മുടെ പ്രവാചകരും ഒരു ദിവസം അതിന് കീഴടങ്ങി. വഫാത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ വിടവാങ്ങൽ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. 100,000-ഓളം വരുന്ന അനുയായികളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അറഫ മൈതാനത്ത് വെച്ച് അന്ന് നടത്തിയ ആ പ്രസംഗം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാമർശിച്ചു. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവിൻ, തീർച്ചയായും പരലോകത്ത് വെച്ച് നിങ്ങൾ അള്ളാഹുമായി കണ്ടുമുട്ടും. വിചാരണയുണ്ടാകും. അമാനത്തുകൾ അതിന്റെ ഉടമകൾക്ക് തിരിച്ചു ഏൽപ്പിക്കുക. പലിശ പാടില്ല. യുദ്ധം ഹറാമായ മാസങ്ങളെ കളങ്കപ്പെടുത്തരുത്. സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കുക. അള്ളാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ച അമാനത്തുകളാണവർ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. നിങ്ങൾ എനിക്കു ശേഷം പരസ്പരം കഴുത്തറക്കരുത്. നിങ്ങളുടെ രക്തവും സമ്പത്തും പവിത്രമാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം ഏൽപ്പിച്ചാണ് ഞാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനാണത്. അതിനെ മുറുകെ പിടിച്ചവൻ
പിഴക്കുകയില്ല. നിങ്ങളുടെ റബ്ബ് ഒന്ന്, പിതാവ് ഒന്ന്. നിങ്ങളെ എല്ലാം ആദമിൽ നിന്നുള്ളവരാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്നും. കുലമഹിമക്കൊന്നും ഇനി സ്ഥാനമില്ല. ഭക്തിയാണ് മഹത്വത്തിന്റെ മാനദണ്ഡം. ഇതായിരുന്നു ആ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ സാരാംശം. എല്ലാ നിലക്കും ഇസ്ലാമിനെ പൂർത്തീകരിച്ചു കൊണ്ടാണ് നമ്മിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങിയത്. അള്ളാഹു അറിയിച്ചു കൊടുത്ത ഒരു കാര്യവും ഒളിപ്പിച്ചു വെക്കാതെ മുഴുവനായും നമ്മിലേക്ക് എത്തിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരിക്കലും ദീനിൽ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തിയിട്ടില്ല. അതിനെ പൂർത്തീകരിച്ച് മുസ്ലിമായ നമ്മുടെ കൈകളിൽ വെച്ചുകൊണ്ടാണ് അവിടുന്ന് സ്വർഗസ്ഥനായത്. ആ ദീനിനെ കളങ്കപ്പെടുത്താതെ ഒരു പോറലും ഏൽപ്പിക്കാതെ അതിന്റെ നൂറിൻ മങ്ങലേൽക്കാതെ അതിനെ റബ്ബിന്റെ സന്നിധിയിൽ എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മബ്റൂക്ക്. ആരാ എഴുതുന്നത്? ഇതാരാ മോനെ പ്രസംഗം എഴുതുന്നത്? ആരാ? ജസാക്കല്ലാഹ്. വളരെ മനോഹരമായിട്ട് മോന അല്ലേ, നല്ല 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 ശൈലിയുണ്ട്. മബ്റൂക്ക് മബ്റൂക്ക്. ഉസ്താദ് എഴുതുന്നതാ. മാഷാ അല്ലാഹ്. ആരാ ബിസ്മിൽ മോനെ എഴുതുന്നു? മനോഹരമായിട്ട്. അതിന് മനോഹരം എന്ന് അതിന് പറയണ്ട്. മനോഹരം വളരെ നല്ല ഉഷാറായിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്ത തോട്ടക്കാട് ഞാൻ ഫുള്ള് റെക്കോർഡ് ചെയ്തില്ല. എനിക്കതാണ് എന്റെ റെക്കോർഡിന്റെ സിസ്റ്റത്തിന് എന്തൊരു പ്രശ്നമുണ്ട്. റെക്കോർഡ് ചെയ്ത് മോനൊന്നുകൂടി കേൾക്കണത്. നല്ല ഉഷാറായിട്ട് പറഞ്ഞു അല്ലെ, മനോഹരമായിട്ട് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗം. ഏതായാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഭാവിയിലൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു മോനാക്കി അള്ളാഹു ആ കുട്ടിയെ വളർത്തട്ടെ. മാതാപിതാക്കൾക്കൊക്കെ ഉപകാരപ്പെടുന്ന, ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി ആ മോനെയും നമ്മുടെ കുട്ടികളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വളർത്തട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വാലിഹീങ്ങളാക്കട്ടെ അല്ലെ. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പൂക്കളും ഒരുപാട് ആളുകളും മാഷാ അല്ലാഹ് എന്നടിക്കുന്നുണ്ട്. ഏതായാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിനെ പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിക്ക് ഒരുക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഷാക്കിറുൽ ഉസ്താദ് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ, നിങ്ങൾക്ക് റൂമിൽ ആൾ വന്നിട്ടുണ്ട്, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഈ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകണം എന്നറിയിക്കുന്നു. വേറെയും ഒരുപാട് ഉസ്താദുമാരുണ്ട്. തയ്യിബ് റഹ്മാനി ഉസ്താദ് ഉണ്ട്, താഴെ വേറെയും ഒക്കെ ഫൈസ് ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഷാക്കിറുൽ ഉസ്താദ് നിങ്ങൾ ഒന്ന് റൈസാൻഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ പോയിട്ട് ഷാക്കിറുൽ നാട്ടിൽ പോയിട്ടില്ല. ഷാക്കിറുൽ ഉസ്താദ് നിങ്ങൾ ഫ്രീ അല്ലേ? ഏതായാലും ഇനി അടുത്ത സിദ്റ മോള്, സിദ്റ എന്ന ഐഡിയയിലുള്ള മോള് എന്തെയ്യുന്ന ആ മോളെ പേര് വന്നത്? അശ്വിന്. ഇല്ലല്ല, ഞാൻ മുങ്ങണില്ല. എനിക്ക് റൂമില് ആളില്ല. ഞാൻ പറഞ്ഞില്ലേ, മുമ്പത്തെ രൂപത്തിലുള്ള റൂമിലല്ല, ഞാൻ മറ്റുള്ള ആളുകളും കൂടി താമസിക്കുന്ന റൂമിലാണ് താമസിക്കുന്നത്. കുറച്ചു നേരം അർഷിന മോള് മൈക്കേൽ വന്നിട്ട് ഉറക്കെ പേര് പറയുകയും എത്ര ക്ലാസ്സിലെ പഠിക്കുന്ന ഒന്നുകൂടി പറയണം. നേരത്തെ ശരിക്കും കേട്ടിട്ടില്ല. ഒന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി മനോഹരമായ ഒരു പാട്ട് പാടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എന്റെ പേര് അർഷിന. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഒരു കഥ പറയാം. This story was happening in Makkah before Hijrah. One day, some labor worked at Abu Jahl's house did some hard work. The end of the day, the worker asked their payments, but Abu Jahl refused to give them money. The workers begged again and again, but not give to them. The worker came to Prophet Muhammad sallallahu alaihi wasallam's house and told to the Prophet sallallahu alaihi wasallam their problems. Then after Prophet Muhammad sallallahu alaihi wasallam heard all the story, then walked with labor at Abu Jahl's house. Then Prophet sallallahu alaihi wasallam
asked Abu Jahl, "This worker is saying to me, they worked for you, but you didn't pay them. It is true?" Then Abu Jahl said, "Yes, they did." Then Prophet asked, "Why you didn't pay them?" After Prophet ﷺ said, "Bring your money case." After Abu Jahl brought the money case and Prophet ﷺ took the money case and gave to the laborer. The laborer was very happy and they say Alhamdulillah and giving big thanks to Prophet Muhammad ﷺ. After the Prophet Muhammad and laborer back to their home, Abu Jahl's wife came out from the room and asked to Abu Jahl, "Why you gave the money case to Muhammad ﷺ? Because always you are talking badly about Muhammad ﷺ. Then what happened today?" Abu Jahl told to his wife, "You don't know what happened today. When Muhammad ﷺ came to our house, I saw 2 lions sitting his shoulder. Then that lion was trying to catch me. That boy gave the money case to Muhammad and solved the problem." It was a first time happening to Abu Jahl's life. After this story, Prophet Muhammad ﷺ said, "All people pay most the money, their payments before." Assalamu alaikum. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ട്. സംഭവം നമുക്ക് അറിയുന്ന ഒരു കഥയെ പറഞ്ഞത് അല്ലേ? ഇംഗ്ലീഷിലാണ് കഥ പറഞ്ഞതെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു ജാവേദ് സാഹിബ്. നമുക്ക് അറിയുന്ന ഒരു കഥയാണ് പറഞ്ഞത് അല്ലേ? അബൂജഹലിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊടുത്ത സംഭവമല്ല പറഞ്ഞത്, അങ്ങനെയാണ് പറഞ്ഞല്ലോ മോള്? അതല്ല പറഞ്ഞേ? അതല്ല പറഞ്ഞത്? സംഭവം വൃത്തം കിട്ടി. ഏതായാലും വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി അബൂജഹലിന്റെ കയ്യുന്നത് അക്ഷരശുദ്ധിയൊക്കെ ഉള്ള രൂപത്തിൽ നന്നായിട്ട് സംസാരിച്ചു മോളത്. നല്ലൊരു പിന്നെ എല്ലാവർക്കും ഇവിടെയുള്ള സാധാരണക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പളാ വൃത്തം കിട്ടിയതെന്ന് അല്ല, അതില്ല അതിലുള്ള ലയൻ അങ്ങനത്തെ ആ സിംഹം ഷോൾഡർ ഇരിക്കുന്ന എന്നുള്ള ആ ഭാഗങ്ങളൊക്കെ മനസ്സിലായില്ലേ? അത് അവിടേക്കാണ് മനസ്സിലായി. എനിക്ക് കുറച്ചൊക്കെ പുറത്തം കിട്ടും, ചെറിയൊരു പുറത്തം കിട്ടും. ഏറാറ്റ് ക്യാറ്റ് എന്നൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചല്ലേ നമ്മള്. കുറച്ചൊക്കെ ഒരു പുറത്തം കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാത്തോണ്ടാണത് അല്ലേ? മറ്റുള്ള ആളുകൾക്കൊക്കെ അത് പുറത്തം കിട്ടിയില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇന്നത് ഉണ്ട്. ആദ്യം അറിയണം. പിന്നെ ഞാനും ശ്രദ്ധിച്ച് കേട്ട് ഏതെങ്കിലും ഒരു വാക്കിൽ പിടിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാന്നുള്ള നിലക്ക് ഞാൻ ശ്രദ്ധിച്ച് കേട്ടിരുന്നു. അതുകൊണ്ട് നമുക്കത് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സാധാരണക്കാർക്ക് നിങ്ങൾ മലയാളം പറഞ്ഞപ്പോ മനസ്സിലായി? ഇല്ലല്ല, എല്ലാ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഇംഗ്ലീഷ് വേർഡുകൾ തന്നെയാണ് അതിൽ ഉപയോഗിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും മനോഹരമായ രൂപത്തിൽ ഒരു കഥ നല്ല. ഇനി മറ്റുള്ളൊരു അവസരങ്ങളിലും മോള് ഈ കഥ വന്നിട്ട് പറയണം കേട്ടോ. അപ്പൊ ഇത് മലയാളം പറഞ്ഞപ്പോ മറ്റാളുകൾക്ക് മനസ്സിലായല്ലോ. നല്ല രൂപത്തിൽ അത് അവതരിപ്പിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറ്റു ഭാഷകളിലൊക്കെ സംസാരിക്കാനൊക്കെ കഴിവുണ്ടാകാനും വല്ലാത്തൊരു കഴിവാണത്. എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിന് ഉപകാരപ്പെടുന്ന, ദീനിനും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു മോളെ വളർത്തട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. പിന്നെ നമ്മളെ കുട്ടികളൊക്കെ, നമ്മളെ ക്ലാസ് റൂമിൽ വരുന്ന കുട്ടികളൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മാതാപിതാക്കളൊക്കെ പറഞ്ഞ കേൾക്കുന്ന കുട്ടികളാണ്. അതൊരു വല്ലാത്ത റാഹത്താണ് അല്ലേ? മാതാപിതാക്കളോട് ഒക്കെ പറഞ്ഞാൽ അനുസരിക്കുന്ന, കേൾക്കുന്ന കുട്ടികളാണ്. നല്ല കുട്ടികളാണ് നമ്മളെ ക്ലാസ് റൂമിലൊക്കെ പല സമയത്തും വരാറുള്ളത്. അപ്പോ ദീനി ചിട്ടയിലൊക്കെ ആ കുട്ടികളെ വളർത്താനും മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോകത്തും ഖൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും തന്നെ കുട്ടികൾ നമ്മളെ മാജിദ മോളൊക്കെ തന്നെ വന്ന് പാട്ട് പാടണം. അൽഹംദുലില്ലാഹ് മനോഹരമായ ഒരു കഥയായിരുന്നു.
എന്ന് എല്ലാവർക്കും ഇപ്പൊക്കെ എല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരങ്ങളിലും ഇനിയും മറ്റൊരവസരം കിട്ടുന്ന സമയത്ത് മോള് അർഷിന മോള് വന്നിട്ട്, അർഷിന എന്നുള്ള മോള് പേരിലെ മോള് വന്നിട്ട് ആ കഥ പറയണം എന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി മജീദ് നമ്മൾക്ക് വേണ്ടി മൈക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്പവന്റെ താജരേ അമ്പുജാന്ന സ്നേഹരേ അമ്പിയായിലിമ്പപ്പൂവരേ അമ്പിയായിലന്ത്യദൂതരേ അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ അമ്പരം തിളക്കമാക്കിയേ അമ്പരിലേറെ സുഗന്ധരേ യാ നബി സലാം യാ റസൂൽ സലാം യാ ഷഫീഉൽ മുദ്രിബീൻ സലാം യാ നബി സലാം യാ റസൂൽ സലാം യാ ഷഫീഉൽ മുദ്രിബീൻ സലാം അമ്പവന്റെ താജരേ അമ്പുജാന്ന സ്നേഹരേ അമ്പിയായിലിമ്പപ്പൂവരേ അമ്പിയായിലന്ത്യദൂതരേ അമ്പുലങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ അമ്പരം തിളക്കമാക്കിയേ അമ്പരിലേറെ സുഗന്ധരേ അറിവ് പണ്ടു ജഹിൽ കൂരിരുൾ നിറഞ്ഞു പൊങ്ങുകാലമേ കണ്ടവന്റെ ആജ്ഞയെ ധിക്കരിച്ച മരുതര് പണ്ടു ജഹിൽ കൂരിരുൾ നിറഞ്ഞു പൊങ്ങുകാലമേ കണ്ടവന്റെ ആജ്ഞയെ ധിക്കരിച്ച മരുതര് പിണ്ടു നബിയുള്ളതിൻ വിധികളൊക്കെ മെച്ചമിൽ വിശ്രുത വിശുദ്ധിയെ യുള്ള സ്നേഹസ്വരമതിൽ ആ സ്വരം മുഴങ്ങി ലോകമിൽ ആഗമം അറിഞ്ഞു ആലമിൽ ആ സ്വരം മുഴങ്ങി ലോകമിൽ ആഗമം അറിഞ്ഞു ആലമിൽ യാ നബി സലാം യാ റസൂൽ സലാം യാ മുസമ്മിൽ മുസ്തഫ സലാം യാ നബി സലാം യാ റസൂൽ സലാം യാ മുസമ്മിൽ മുസ്തഫ സലാം അമ്പവന്റെ താജരേ അമ്പുജാന്ന സ്നേഹരേ അമ്പിയായിലിമ്പപ്പൂവരേ അമ്പിയായിലന്ത്യദൂതരേ അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ അമ്പരം തിളക്കമാക്കിയേ അമ്പരിലേറെ സുഗന്ധരേ അറിവിനുറവ തേങ്കളം പോലെ നബി തീർത്തതും അതിനു വേണ്ടി ത്യാഗപൂർണ്ണ ജീവിതം നയിച്ചതും അറിവിനുറവ തേങ്കളം പോലെ നബി തീർത്തതും അതിനു വേണ്ടി ത്യാഗപൂർണ്ണ ജീവിതം നയിച്ചതും അഖിലരുമാ വീതിയിൽ അടിയുറച്ചു നിന്നതും അഷറഫർ നബി ചരിത്രമെത്രയോ മനോഹരം വിശ്രുവാകെ കീർത്തിയാദരം വിസ്മയമാതേറെ സുന്ദരം വിശ്രുവാകെ കീർത്തിയാദരം വിസ്മയമാതേറെ സുന്ദരം യാ നബി സലാം യാ റസൂൽ സലാം യാ മുസമ്മിൽ മുസ്തഫ സലാം യാ നബി സലാം യാ റസൂൽ സലാം യാ മുസമ്മിൽ മുസ്തഫ സലാം അമ്പവന്റെ താജരേ അമ്പുജാന്ന സ്നേഹരേ അമ്പിയായിലിമ്പപ്പൂവരേ അമ്പിയായിലന്ത്യദൂതരേ അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുവാരിയാക്കിയേ അമ്പരം തിളക്കമാക്കിയേ അമ്പരിലേറെ സുഗന്ധരേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മജിദ മോൾ തന്നെയാണെന്ന് കൂടുതൽ പാട്ട് പാടിയിട്ടുള്ളത്. ഹർഷിന മോളൊക്കെ പോയോ?
സിദ്ര. ഏതായാലും അതും മുത്ത് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പാട്ടായിരുന്നു. മനോഹരമായ പാട്ടുകൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുടുംബങ്ങളിലൊക്കെ ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിയായ ഇൽമ്, ഉപകാരപ്പെടുന്ന ഇൽമ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മോൾക്കും നമ്മുടെ വർദ്ധിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഈ ക്ലാസ് റൂമിലെ ഈ സമയത്ത് ദുആ ചെയ്യുന്നതിൽ വേറൊരു കാര്യമുണ്ട്. എന്താണോ, ചെറിയ കുട്ടികള്, തെറ്റൊന്നും ചെയ്യാത്ത ചെറിയ കുട്ടികളുണ്ടാവും. അവർക്ക് ഒരു വലിയ അവരുടെ പ്രാർത്ഥനക്കും ആമീനൊക്കെ വലിയ ഫലം ഉണ്ടാവും. അതുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി എന്റെ റൂമിൽ ആള് ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങാൻ വേണ്ടി നിൽക്കേണ്ട തോട്ടക്കാട് ജാവേദ് സാഹിബ്, നിങ്ങളൊന്ന് മൈക്കിൽ വരണം. ഷാക്കിർ ഒലിയും ഉസ്താദോ ജാവേദ് സാഹിബോ ആരെങ്കിലും ഒരാൾ മൈക്ക് ഏറ്റെടുക്കണം കുറച്ച് സമയത്തിന്. ജാവേദ് സാഹിബ് ഫ്രീ അല്ലേ? ഇൻഷാ അല്ലാഹ് അബ്ദുൽ ഉസ്താദ് ഉണ്ട്. മാഷാ അല്ലാഹ് അബ്ദുൽ ഉസ്താദ് ഉണ്ടല്ലോ. മാഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. നിങ്ങളതിന്റെ തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഏതായാലും മൈക്ക് വെക്കുന്നു. നിങ്ങളുടെ ദുആയിലൊക്കെ എന്നെ ഉൾപ്പെടുത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയങ്ങൾ കൂടുതൽ ചെലവഴിക്കാനുള്ള സമയം സാഹചര്യമൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഇനിയുള്ള കാലം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു ഇതൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരന്മാരെ, നമ്മുടെ കുട്ടികൾ ഇനിയും മൈക്കിലേക്ക് വരിക. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടി വളരെയധികം ഇന്നത്തെ വളരെ നന്നായിട്ടുണ്ട്. മുനീർ കൈവർത്തി എല്ലാ കുട്ടികളും നമുക്ക് ഏകദേശം ഇനിയും കുറെ സമയം എടുക്കാം. ബഹുമാനപ്പെട്ട നസറുദ്ദീൻ ഉസ്താദ് അവർകള് ഖുർആൻ ക്ലാസ് വരുന്നത് വരെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും കുറെ സമയമുണ്ട്. എല്ലാവരും മൈക്കിലേക്ക് വന്നുകൊണ്ട് നല്ല നല്ല പാട്ടുകൾ, അതുപോലെ തന്നെ കഥാപ്രസംഗമാകാം, അതുപോലെ തന്നെ മധു ഗാനങ്ങളാകാം, എന്താവാം, എല്ലാവരെയും മൈക്കിലേക്ക് വന്നുകൊണ്ട് പരിപാടി ഗംഭീരമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലിനെയും പിരിയലിനെയും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. കേൾക്കുന്നുണ്ടല്ലോ സഹോദരന്മാരല്ലേ? കേൾക്കുന്നുണ്ടോ? DC ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ അല്ലേ? കുട്ടികള് വരട്ടെ. ഏതായാലും കുട്ടികൾ വരുന്നവരെ ഞാൻ സാധാരണ പാടുന്നുണ്ട്, സ്ഥിരം പാടുന്ന പാട്ട് പാടുകയാണ്. എല്ലാവരും കുട്ടികളൊക്കെ വരൂ. അസ്സലാമു അലൈക്കും. കുട്ടികളൊക്കെ വരണേ. ഞാൻ എന്റെ പഴയ പാട്ട് നീ ഇന്നലെ കൈവർത്തി പോയിക്കൊള്ളുന്നു മോനെ. മുന്നൂറ് ഇരുമ്പുഞ്ചോല കൈവർത്തി പാട്ട് പാട്. ഏതായാലും ഞാൻ എന്റെ സ്ഥിരം പാട്ടിലേക്ക് പോവുകയാണ്. അസ്സലാമു അലൈക്കും. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. ആമിന ബീബിന്റെ ഖൽബിൽ നൊമ്പരം പേരുത്തി, ആറ്റലായ മോനെയോർത്ത് വേദന കോരുത്ത്, ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചാണച്ചി, ആമിന ബീപൂമകനെ ചുംബനമാണച്ചി. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. അത്തയിത്തൻ മുത്തുമോനെ ആറ്റുനോറ്റ് പോറ്റി, ആമിന ബി ആശയോടെ
പൂമകനെ തീറ്റി അങ്ങിനെ കാലം കഴിയും. കാലമൊരു നാളിൽ ആമിന ബീവിയും മകനെ വിട്ടുപോയി വിണ്ണിൽ. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല. ഓമനിക്കാൻ വാപ്പ വേണം, വാപ്പ ജീവിച്ചില്ല. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ള. 6 വയസ്സായ കാലം ആറ്റലർ നബിയുള്ള. ഭൂതലം പോകുന്ന മുമ്പേ ബാപ്പയും പിരിഞ്ഞു. ബാലനായി വരുന്ന കാലം ഉമ്മയും മറഞ്ഞു. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. ആരുമാരും ഓമനിച്ചില്ലെങ്കിലും വളർന്നു. ആടതൻ കാടിനുള്ളിൽ ആടുമേച്ച കൊച്ചുമോൻ വളർന്നു. ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോദിയില്ല. നേരുമാത്രം ചൊന്നതാലെ സത്യവാനാബാലൻ നേടി അൽ ആമീന് എന്ന ഖ്യാതി സത്യശീലൻ. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. കട്ടില്ലാതെ കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇനിയും കുട്ടികളൊക്കെ മൈക്കിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ കുരുന്നുകൂട്ടം സജീവമാക്കുക. എല്ലാവരും, എല്ലാ കുട്ടികളും, പാടിയ കുട്ടികൾക്ക് വീണ്ടും പാടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും കൈ ഉയർത്തി വന്നുകൊണ്ട് പാടുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ആവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരലും പിരിയനെയും പോലെ. മോനെ, ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. മുനീർ ഇറുമ്പിന്റെ കൈ ഉയർത്തി പാട്ട് പാടും മോനെ. നെറ്റിന്റെ പ്രോബ്ലം ആണോ തനിക്ക്, അതല്ല കൈ ഉയർത്തി പോകുന്നു? എന്താണെന്ന് ചെയ്യുന്നില്ലല്ലോടാ. മോൻ കൈ ഉയർത്തി വാ. മുനീർ ഇരുമ്പുഞ്ചല മോളെ, കൈ ഉയർത്തിയിട്ട് വാ. ചിലപ്പോ അവിടെ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് ആയിരിക്കാം കൈ ഉയർത്തുന്നു പോകുന്നു, അങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും നിങ്ങളും പാടുന്നില്ല. ഇത് എന്റെ സ്ഥിരം പാട്ടാണ്. ഞാൻ കുറെ ദിവസം നിനക്ക് ഇതില് വരികളൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. കാരണം ഇത് നല്ല ഏതോ ഒരു മഹാനായ ഒരു കവി എഴുതിയ മഹത്തായ ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ടിനെ ഒരിക്കലും ഇങ്ങനെ നെറ്റിൽ ചിലതൊക്കെ പാടാൻ പറ്റും. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. നമ്മുടെ ബഹുമാനപ്പെട്ട പാട്ടിന്റെ ഉസ്താദ് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി സമയം നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുള്ള കുമ്പള സാഹിബ് അവർ ഈ പരിപാടി നമ്മുടെ മഹത്തായ കുരുന്നുകൂട്ടം നിയന്ത്രിക്കും. ഞാൻ അണിയറയിലുണ്ടാകും. ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരോടും ദുആവസിയത്തോടുകൂടി എല്ലാ കുട്ടികളെയും മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ കർട്ടന്റെ പിന്നിലേക്ക് പിന്മാറുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് കുമ്പളെ പാട്ടിന്റെ ഉസ്താദിലേക്ക് മൈക്കിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ എന്റെ ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എന്റെ കുരുന്നുകൂട്ടത്തിലെ കുരുന്നുകളെ, ഏതായിരുന്നാലും അബ്ദുള്ള ഉസ്താദ് ബഹ്റൈനിൽ നിന്ന് നല്ലൊരു പാട്ട് ആലപിച്ചു. ഇനി അടുത്ത പാട്ട് മുനീർ. ഇന്നിപ്പോ എനിക്ക് പാട്ട് പാടാൻ പറ്റൂല, കാരണം ബ്രേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ നെറ്റിന് സുഖമില്ല. അപ്പോ ഈ എമ്പക്കം ഇന്നില്ലേ, അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നൊരു മരുന്ന് കുടിച്ചതിന്റെ ദോഷമാണ്. മുനീർ ഇരുമ്പും ചോല. സൗണ്ടില്ല, സൗണ്ട് കുറവാണോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഞാൻ മെല്ലെ സംസാരിക്കുകയാണ്. പിന്നെ എന്റെ മൈക്രോഫോണും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. ക്ലിയർ ഇല്ലേ? മുമ്പത്തെ അത്ര ക്ലിയർ ഇല്ല എന്നുണ്ടോ? മുമ്പത്തെ അത്ര ക്ലിയർ ഇല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ അല്ലേ? ഓക്കെ. വഅലൈക്കും അസ്സലാം. അപ്പൊ ഏതായിരുന്നാലും മുനീർ ഇരുമ്പുംചോല നേരത്തെ നമ്മളെ കുട്ടി ഇവിടെ പാട്ട് പാടിയിരുന്നു. ഒരടുത്ത നല്ല ഒരു പാട്ടുമായിട്ടായിരിക്കാം ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കുട്ടിയാണല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. കുട്ടികൾ വരട്ടെ. കുട്ടികളല്ലേ നമുക്ക് വരണ്ടേ? കുട്ടികളുടെ പാട്ട് കേൾക്കാൻ നമുക്ക് നല്ല രസമല്ലേ? അതുകൊണ്ട് കുട്ടികൾ വരിക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ മെല്ലെ സംസാരിക്കും. ഞാൻ മുമ്പ് ഒരു മൈക്രോഫോൺ എന്ന് പറഞ്ഞാല് മെല്ലെ സംസാരിച്ചാൽ മതി. ഇപ്പൊ അങ്ങനല്ല, ഇത് വേറെ മോഡലാണ്. അങ്ങനെ ചിലപ്പോ കുറച്ച് ശബ്ദം കൂട്ടി പറയേണ്ടതായിട്ട് വരും. അസ്സലാമു അലൈക്കും. കാളികാവിൻ ചെണ്ടം ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിറൂറും തേനോ, നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാര്യം കുന്നത്തൊന്ന വീരശൂരരേ, നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാര്യം കുന്നത്തൊന്ന വീരശൂരരേ, പച്ച വിരിച്ചു കുളിർമണ ചെന്തിന് വെള്ളുവനാടിന മണ്ണിൽ, വെള്ളപ്പിശാച്ചിന്റെ തോക്കിന് മുന്നിൽ നെഞ്ഞു കാണിച്ചൊരു ചെണ്ട്, വെള്ളപ്പിശാച്ചിന്റെ പച്ച വിരിച്ച് കുളിർമണ ചെന്തിന് വെള്ളുവനാടിന മണ്ണിൽ, വെള്ളപ്പിശാച്ചിന്റെ വീരം കെടുത്തിയ എന്ത് പറ്റി? തപ്ലീല മോൾ എന്തു പറ്റി? ഡിസിയായതാ? അല്ല, പാട്ട് പുസ്തകം അങ്ങോട്ടും ഇങ്ങോട്ടും പോയോ? നല്ല പാട്ടാണ്, നല്ല കേൾക്കാൻ രസമുള്ള നല്ലൊരു പാട്ടാണ്. പക്ഷെ പാടിയത് കുറച്ച് സ്പീഡായി പോയിട്ടുണ്ട്. കുറച്ച് സ്ലോ, പതുക്കെ പാടിയാൽ വളരെ നന്നായിരിക്കും. അതിന് കുറച്ച് ഹർക്കത്തെ കൊണ്ട് അത് അവിടെ അത്ര സ്പീഡിൽ പോകണ്ട. അപ്പോ പിന്നെ ആ മുറുക്കം കുറച്ചിട്ട് സ്പീഡ് കുറച്ചിട്ട് അങ്ങനെ പിന്നെ പാടിക്കഴിഞ്ഞാലേ നല്ല ആസ്വദിക്കേണ്ട ഒരു പാട്ടാണ്. പഴയകാല വരും കുന്നത്ത് മുഹമ്മദ് ഹാജി അവർകളെ കുറിച്ചുള്ള, വരങ്കുന്നത്ത് അഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള ഒരു വരികളായിരുന്നു നമ്മളൊക്കെ കേട്ടത്. മോളെ വീണ്ടും വരണം.
അത് പാട്ട് പൂർത്തിയാക്കാൻ പറ്റാതെ എന്ത് പിന്നെ കുഴങ്ങിയത് കൊണ്ട് ഒഴിവായതോ എന്തെന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും മൈക്കിലേക്ക് വരിക. ഞങ്ങളുടെ കാത്തിരിക്കുന്നുണ്ട് പാട്ടിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു മിനിറ്റ് ഞാൻ ഒരു പാട്ട് പാടാം. അപ്പൊ കുട്ടികൾ വരും. നമ്മള് വലിയ കുട്ടികൾ പാടുമ്പോ ചെറിയ കുട്ടികളൊക്കെ വരും. നമുക്ക് അങ്ങനെ പിന്നെ വയസ്സൊന്നും ആയിട്ടില്ല. മുന്നീർ വന്നിട്ടുണ്ട് വീണ്ടും. നമ്മൾ ചെറുപ്പക്കാരനായ വയസ്സായ ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഞാനും മൈക്ക് മുനീർ തഫ്നീല മുനീറ മോൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. കുറച്ച് സ്ലോ ആയിട്ട് പാടുക മോള്. അതേ പാട്ട് നല്ല പാട്ടാണ്. കുറച്ച് സ്ലോ ആയിട്ട് പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. കാളികാവിൻ ചെണ്ടം ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിരൂറും തേനോ, നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാര്യം കുന്നത്തെന്ന വീരശൂരരേ, നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാര്യം കുന്നത്തെന്ന വീരശൂരരേ, പച്ച വിരിച്ചു കുളിർമ ചെന്തിരു വെള്ളുവനാടിന മണ്ണിൽ വെള്ളപിശാചിന്റെ തോക്കിലെ മുന്നിൽ നെഞ്ഞി കാണിച്ചൊരു ചെണ്ട്, പച്ച വിരിച്ചു കുളിർമ ചെന്തിരു വെള്ളുവനാടിന്റെ മണ്ണിൽ വെള്ളപിശാചിന്റെ തോക്കിലെ മുന്നിൽ നെഞ്ഞി കാണിച്ചൊരു ചെണ്ട്. ചെണ്ട് കാളികാവിൻ ചെണ്ടും ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിരൂറും തേനോ, മലനാടിൻ മലരായ പൂങ്കണിയോ, ഗണവീരൻ ഈമാനിൻ ജോലയാണോ, ധീര ജിഹാദിന്റെ നാൾ വഴിയിൽ ഗാനമായി ജന്മം നൽകിയോരേ, വെള്ളപ്പിശാചിന്റെ വീരം കെടുത്തിയ വെള്ളി നിലവിന്റെ മഞ്ച്, വാര്യം കുന്നത്തിൽ സൂര്യൻ കണ്ടാലാരും വിറച്ചിരുന്നേര്, വെള്ളപ്പിശാചിന്റെ വീരം കെടുത്തിയ വെള്ളി നിലവിന്റെ മഞ്ച്, വാര്യം കുന്നത്തിൽ സൂര്യൻ കണ്ടാലാരും വിറച്ചിരുന്നേര്, കാളികാവിൻ ചെണ്ടം ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിരൂറും തേനോ, കോട്ടക്കുന്നിന്റെ മുകളിലെന്ന് തക്ബീർ മുഴക്കി പറഞ്ഞതാണോ, ശറഫുറ്റ ശുഹദാവിൻ നേരിലാണോ, പൂമുത്ത് നാടിന്റെ ഓമനാണോ, ആരുടെ മുന്നിലും മുട്ടുമടക്കാത്ത ആവേശം കാണിച്ച ചെണ്ട്, കാലത്തിനാകുമോ ഇക്കഥമായി കോൻ കണ്ണീര് ചാലിച്ചൊരേട്, ആരുടെ മുന്നിലും മുട്ടുമടക്കാത്ത ആവേശം കാണിച്ച ചെണ്ട്, കാലത്തിനാകുമോ ഇക്കഥമായി കോൻ കണ്ണീര് ചാലിച്ചൊരേട്. കേട് കാളികാവിൻ ചെണ്ടം ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിരൂറും തേനോ, പാടും പാടപ്പാട്ടിൻ തീരടിയിൽ ഇതിഹാസം വിരിയിച്ച നായകരെ, നാടുവിറപ്പിച്ച പട്ടാളത്തെ നിഷ്പ്രഭമാക്കിയ ജോലയാണോ, ഖിലാഫത്തിൻ ചരിത്രം വെട്ടിത്തിളങ്ങുന്ന മഞ്ച്, മാമലനാടിനെ നെഞ്ഞകത്തോപ്പില മുല്ല മലരിന്റെ ചെണ്ട്, ഖിലാഫത്തിൻ ചരിത്രം വെട്ടിത്തിളങ്ങുന്ന മഞ്ച്, മാമലനാടിനെ നെഞ്ഞകത്തോപ്പില മുല്ല മലരിന്റെ ചെണ്ട്. ചെണ്ട് കാളികാവിൻ ചെണ്ടും ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിരൂറും തേനോ, നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാര്യം കുന്നത്തെന്ന വീരശൂരരേ, നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാര്യം കുന്നത്തെന്ന വീരശൂരരേ, പച്ച വിരിച്ചു കുളിർമ ചെന്തിരു വെള്ളുവനാടിന്റെ മണ്ണിൽ വെള്ളപ്പിശാചിന്റെ തോക്കിലെ മുന്നിൽ നെഞ്ഞി കാണിച്ചൊരു ചെണ്ട്, പച്ച വിരിച്ചു കുളിർമ ചെന്തിരു വെള്ളുവനാടിന്റെ മണ്ണിൽ വെള്ളപ്പിശാചിന്റെ തോക്കിലെ മുന്നിൽ നെഞ്ഞി കാണിച്ചൊരു ചെണ്ട്. ചെണ്ട് കാളികാവിൻ ചെണ്ട ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിരൂറും തേനോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് മോള്. കുറച്ച് ഞാൻ ആ പറഞ്ഞതുകൊണ്ട് സ്ലോ ആക്കിയിട്ടുണ്ട്. എന്നാലും ഇനിയും കുറച്ച് പിന്നെ എന്ത് ചെയ്യണം, സ്പീഡ് കുറക്കണം. ആ സ്പീഡ് കുറച്ചാൽ നല്ല രസമായിരിക്കും ഞങ്ങൾ പോലെ കേൾക്കുന്ന ആൾക്കൊക്കെ. മോളെന്ത് ചെയ്യാ, അടുത്ത പിന്നെ പാട്ടുപാടാൻ വരുമ്പോ ഇന്നിപ്പോ ഇതന്നെ പാടണമെന്നില്ല, അടുത്ത ആഴ്ച വരുമ്പോ കുറച്ച് പഠിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് പറഞ്ഞ സ്ലോ ആ വരികൾക്ക് മുറുക്കത്തിന്റെ സ്ഥലത്തൊക്കെ കുറച്ച് സ്ലോ ആക്കി പാടാൻ വേണ്ടി
ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ഏതായിരുന്നാലും അള്ളാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ ഐശ്വര്യം ചൊരിച്ചു നൽകട്ടെ. പിന്നെ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥിച്ചുകൊണ്ട് അബു ഹാദിയ വന്നിട്ടുണ്ട്. കുട്ടിയുടെ പാട്ട് നമ്മൾ കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം, ആസ്വദിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്റെ പേര് ആദി. അന്നിലി മാമ വന്നാട്ടെ, ഇച്ചിരി നേരം നിന്നാട്ടെ, അമ്പിളി കണ്ട് മക്കൾ കണ്ട കഥകൾ ഒന്ന് പറഞ്ഞോട്ടെ. ദോഷത്തിന് തിങ്കളാവിലടിച്ചപ്പോൾ മക്കൾ ആമിന ദീപിക്ക് കുഞ്ഞി പിറന്നതറിഞ്ഞില്ലേ. ആ കുഞ്ഞാണ് നബിയുള്ള മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹ്. അമ്പിളി നാമങ്ങളുണ്ടാക്കി കാട്ടിത്തന്ന റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ദുആ ചെയ്യും. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല പാട്ടാണ്, നന്നായി പാടിയിട്ടുണ്ട്. കുറച്ചെന്താ പാടിയത് ആദ്യം മോള്? കുറച്ച് വലിയ പാട്ട് കൊണ്ടുവരണേ. അടുത്ത പ്രാവശ്യം വരുമ്പോ നല്ല വലിയൊരു പാട്ട് കൊണ്ടുവരണം മോളെ. നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അവസാനം ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തിലും ആരോഗ്യത്തിലും ദീർഘായുസ്സിലും ആക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം ചൊരിച്ച് തരട്ടെ. മാതാപിതാക്കൾക്ക് ഉപകാരം കിട്ടുന്ന മക്കളിൽ അല്ലാഹു ഉൾപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് കുട്ടികൾ മുന്നോട്ട് വരിക. അതല്ലെങ്കിൽ ഞാനൊരു പാട്ട് പാടും. എന്റെ ശ്രുതിയും ടെമ്പോ ഇന്ന് ശരിയുണ്ടാവൂല, ചെറിയ അസുഖം ഉണ്ട്. അതുകൊണ്ട് പിന്നെ എം ടി പ്രാക് അല്ല, എം ടി പ്രാക് എന്താണ്? എന്താ കൈപ്പോ താഴത്തത്? എന്താണ് കൈ താഴത്തല്ലേ? ഓക്കെ, ഞാൻ ആ പാട്ടിലേക്ക് കടക്കാം. എല്ലാവരും കേട്ട പാട്ടാണ്. എന്റെ പാട്ടിന് പിന്നെ പുതുമയൊന്നുമില്ല. നമ്മള് 5 കൊല്ലമായി അത് പാടി തന്നെ പാടുക. നമ്മള് പിന്നെ എഴുത്തുകാരനോ ഒന്നുമല്ല. ആരെങ്കിലും ഇങ്ങനെ വിളമ്പി തിന്നാൽ കഴിക്കുക എന്നുള്ളൊരു സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഖിലമടങ്കേലമൈത്തി ഭാരിക്കുന്നോനെ അകവും പൂരവും അറിയുന്ന തമ്പുരാന് അപവാദ വാക്കേറെ പേരിനാടക്കും ഞാന് അവയെല്ലാം എന്നിൽ നിന്നൊഴിവാക്കി താമന്നാനേ. അഖിലമടങ്കേലമൈത്തി ഭാരിക്കുന്നോനെ അകവും പൂരവും അറിയുന്ന തമ്പുരാന് അവയെല്ലാം അപവാദ വാക്കേറെ പേരിനാടക്കും ഞാന് അവയെല്ലാം എന്നിൽ നിന്നൊഴിവാക്കി താമന്നാനേ. ആദം നബി മുതൽ അംബിയ മുർസലീങ്ങൾ ആദിയോൻ പുകൾ പേറ്റോരവസാന പൂമാൻ തിങ്കൾ അഹദിൻ ശരഫൂറ്റോരിസ്ലാമിൻ ഉത്തമീങ്ങൾ അവരുടെ മാർഗം പിൻപറ്റാൻ കോതിപ്പു ഞങ്ങൾ. ആദം നബി മുതൽ അംബിയ മുർസലീങ്ങൾ
മുറുസലിങ്ങൾ ആദിയോൻ പുകൾ പേറ്റോരവസാന പൂമാൻ തിങ്കൾ അഹദിൻ ഷറഫൂറ്റോരിസ്ലാമീനുത്തമീങ്ങൾ അവരുടെ മാർഗം പിൻപറ്റാൻ കോതിപ്പു ഞങ്ങൾ അഖിലമടങ്കേലമൈത്തി ഭാരിക്കുന്നോനെ അകവും പൂരവും അറിയുന്ന തമ്പുരാനെ അപവാദ വാക്കേറെ പേരിനാടക്കും ഞാനെ അവയെല്ലാം എന്നിൽ നിന്നൊഴിവാക്കി താമന്നാനേ ബാലനാം യൂസുഫ് കിണറ്റിലേറിഞ്ഞ നേരം നാഥന്റെ റഹ്മത്തിൻ തെന്നലാണഞ്ഞ നേരം ദേശത്താൽ യാക്കൂബിൻ നയനം തേളിച്ചോനെ നീറുന്ന നൊമ്പേരം തീർക്കാൻ കഴിയുന്നോനെ ബാലനാം യൂസുഫ് കിണറ്റിലേറിഞ്ഞ നേരം നാഥന്റെ റഹ്മത്തിൻ തെന്നലാണഞ്ഞ നേരം ദേശത്താൽ യാക്കൂബിൻ നയനം തേളിച്ചോനെ നീറുന്ന നൊമ്പേരം തീർക്കാൻ കഴിയുന്നോനെ അഖിലമടങ്കേലമൈത്തി ഭാരിക്കുന്നോനെ അകവും പൂരവും അറിയുന്ന തമ്പുരാനെ അപവാദ വാക്കേറെ പേരിനാടക്കും ഞാനെ അവയെല്ലാം എന്നിൽ നിന്നൊഴിവാക്കി താമന്നാനേ യൂനുസേ മീനിന്നുദരത്തിൽ രക്ഷിച്ചോനെ ഈസാനെ ബിക്കേറ്റം ഊറ്റം കൊടുത്തുള്ളോനെ ഇബ്രാഹിം നബിയെ തീകുണ്ടത്തിൽ തള്ളിയപ്പോൾ അന്നേരം തീയെ തണുപ്പാക്കി മാറ്റിയോനെ യൂനുസേ മീനിന്നുദരത്തിൽ രക്ഷിച്ചോനെ ഈസാനെ ബിക്കേറ്റം ഊറ്റം കൊടുത്തുള്ളോനെ ഇബ്രാഹിം നബിയെ തീകുണ്ടത്തിൽ തള്ളിയപ്പോൾ അന്നേരം തീയെ തണുപ്പാക്കി മാറ്റിയോനെ അഖിലമടങ്കേലമൈത്തി ഭാരിക്കുന്നോനെ അകവും പൂരവും അറിയുന്ന തമ്പുരാനെ അപവാദ വാക്കേറെ പേരിനാടക്കും ഞാന് അവയെല്ലാം എന്നിൽ നിന്നൊഴിവാക്കി താമന്നാനെ അഖിലമടങ്കേലമൈത്തി ഭാരിക്കുന്നോനെ അകവും പൂരവും അറിയുന്ന തമ്പുരാനെ അപവാദ വാക്കേറെ പേരിനാടക്കും ഞാന് അവയെല്ലാം നിന്നിൽ നിന്നൊഴിവാക്കി താമന്നാനേ. ഓക്കെ, എന്തായിരുന്നാലും പിന്നെ പ്രോത്സാഹിപ്പിച്ച, പൂവുകൾ വിതറി പിന്നെ സന്തോഷിപ്പിച്ച എന്റെ എല്ലാ മാന്യ ഉസ്താദുമാർക്കും അതുപോലെ എന്റെ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അബു ഹദിയ വീണ്ടും ഒരു നല്ല അടിപൊളി പാട്ടുമായി വന്നിട്ടുണ്ട്. ശബ്ദത്തിന് കുറെ തകരാറുണ്ട്, സുഖമില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. കാരണം ഒരു കടല് വേദന തുണിയില്ലാ ഇത് ഇപ്പോ കഴുത്തില് ബെൽറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടാണ് പാട്ട് പാടുന്നത്. ഈ ഗുളിക കഴിച്ചതിന്റെ പേരിൽ കുറച്ച് ക്ഷീണമുണ്ട്. അതാണ് ശബ്ദമൊന്നും ശരിക്ക് ഒരു ഫുൾ ഔട്ട്പുട്ടൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. അബു ഹാദിയ മോൾക്ക് വേണ്ടി തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂഹാദി 311 നടന്നില്ലേ? അബ്ദുള്ള സാഹിബ് വളരെ മനോഹരമായ നല്ലൊരു പാട്ട് പാടി. അബൂഹാദി അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അബൂഹാദിന്റെ എന്തായാലും കുരുന്നുകൂട്ടം പോയപ്പോൾ കാക്കക്കൂട്ടായിട്ടുണ്ടല്ലേ? ഏതായാലും ഊട്ടിയിലാണ് ഒരുപാട് ആളുകളൊന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ആദിത്യങ്ങൾ പാടി, ആദിത്യങ്ങൾ നല്ല സൂപ്പർ പാട്ട് പാടും. അതുപോലെ അബൂഷാദ് ഉസ്താദുണ്ട്, ഒക്കെ നല്ല പാട്ട് പാടും. ഞാൻ രണ്ടുപേരും പാടും. ഫോൺ വന്നാൽ കേട്ടോ. ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗം ഓർത്തോളെ മുത്തിമതിയാമത്ത് മുഹമ്മദിൻ ഉള്ളിലുറച്ചോളെ അമ്മഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? 1000 കൂറ്റുമ്മ വന്നാൽ സ്വന്തം തെറ്റുമ്മയായിരുന്നു. ഇനി ബാക്കി അടുത്താഴ്ച പാട്ട് പഠിച്ചിട്ടേ നമ്മളൊക്കെ പാട്ട് പാടുമ്പോഴേ നമ്മള് ബസ്സിമാരല്ല, കയ്യും കാലൊക്കെ വറക്കട്ടെ. പ്ലാസ്റ്ററൊക്കെ വാങ്ങിക്കേണ്ടേ? മൈക്കിലൊന്നും വരുന്നില്ല. റെക്കോർഡാണ് ഞാൻ പറയാൻ എല്ലാവരും മൈക്കിൽ വരും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാദിയ വന്നോ? അബു ഹാദിയ കേൾക്കുന്നുണ്ടോ? അബു ഹാദിയ കേൾക്കുന്നുണ്ടോ? അബു ഹാദിയ കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ, മൈക്കിലേക്ക് വരും. അസ്സലാമലൈക്കും. എന്റെ പേര് ആദി. ഞാൻ പഠിക്കുന്ന ആദ്യം എന്നും ഒന്നാണ്, നമ്മുടെ രാജൻ ഒന്നാണ്. രണ്ടും മൂന്നാണ്, പ്രധാന പള്ളികൾ മൂന്നാണ്. 3ഉം 1ഉം 4ആണ്, മദ്ഹബ് നമുക്ക് 4ആണ്. 4ഉം 1ഉം 5ആണ്, ഇസ്ലാം കാര്യം 5ആണ്. 5ഉം 1ഉം 6ആണ്, ഈമാൻ കാര്യം 6ആണ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വേണ്ടി ദുആ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ ശബ്ദം ക്ലിയർ ഉണ്ടോ? മുമ്പത്തേനേക്കാളും കുഴപ്പമുണ്ടോ അല്ല കുറവുണ്ടോ? എന്റെ ശബ്ദം ഓക്കെയാണോ? ഓക്കെയാണോ അല്ലേ? ഗുഡ്. പിന്നെ അബു ഹാദിയ വളരെ ഉഷാറായി പാടിയിട്ടുണ്ട്. പക്ഷെ ചെറിയ ഒരു വിളമ്പൽ മാത്രമേ വളർന്നിട്ടുള്ളൂ. വലിയൊരു വിളമ്പലുമായി വരണം. നമ്മൾ കുറെ ആളുണ്ടല്ലോ, ഇങ്ങനെ വിളമ്പിയാൽ പോകില്ല, ഇത് ആർക്കും എത്തൂല. ഇതിന്റെ ഇവിടെ പിന്നെ ഓരോ ഹർഫ് എടുത്തു കൊടുത്താൽ തന്നെ 78 കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നല്ല അടിപൊളി ഒരു ലോങ് പ്ലേ, ഇത് ഷോർട്ട് പ്ലേ ആണ്. നല്ലൊരു ലോങ് പ്ലേ പാട്ടുമായിട്ട് വരണം. അള്ളാഹു ആഫിയത്തിലാക്കട്ടെ. ഇനിയും നല്ല നല്ല പാട്ടുകളുമായി ഇന്ന് നമ്മുടെ ക്ലാസ് റൂമിനെ സജീവമാക്കാൻ അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. പഠിത്തത്തിലൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നല്ല ഒരു ഉണർവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്ക് തങ്ങൾ നിങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ല? മൈക്കിൽ വന്ന അങ്ങ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും. കഴിയാത്ത പണിക്ക് പോകണ്ട, വെറുതെ ഇല്ലാണ്ട് ഇങ്ങനെ 1000 ടെസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന
മക്കളിൽ അല്ലാഹു ഉൾപ്പെടുത്തരട്ടെ. അവനെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാനൊരു പാട്ടിലേക്ക് കടക്കുകയാണ്. തകളെ ശബ്ദമൊന്നും ശരിയില്ല, ഞങ്ങളെ സുഖമില്ല, അതാണ് ശബ്ദമൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒന്നിനല്ലെങ്കിൽ ഒന്നിന് എഫക്ട് ചെയ്യും, അതാണ് പ്രശ്നം. ഓക്കെ, ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ പാട്ടിലേക്ക് കടക്കാം. ഹക്കായ മാർഗമിൽ നടക്കാൻ ഇന്നാളുകൾ മുടക്കാണ് മുത്ത് ഹബീബേ. ഹയ്യായ തമ്പുരാന്റെ തുയ്യാ ജന്നാത്ത് വിട്ട് തീയാണവർക്ക് അദാബ്. ഹക്കായ മാർഗമിൽ നടക്കാൻ ഇന്നാളുകൾ മുടക്കാണ് മുത്ത് ഹബീബേ. ഹയ്യായ തമ്പുരാന്റെ തുയ്യാ ജന്നാത്ത് വിട്ട് തീയാണവർക്ക് അദാബ്. ദിക്കാകെ വഞ്ചനയും ധിക്കാര വേലകളും ചുക്കാനില്ലാത്തൊരു തോണി. ദിക്കാകെ വഞ്ചനയും ധിക്കാര വേലകളും ചുക്കാനില്ലാത്തൊരു തോണി. ദീനും വിട്ട് മനുഷ്യൻ തീനും ദുനിയാവുമായി മാനം വിട്ടോടിടും കോണി. ദീനും വിട്ട് മനുഷ്യൻ തീനും ദുനിയാവുമായി മാനം വിട്ടോടിടും കോണി. ഹക്കായ മാർഗമിൽ നടക്കാൻ ഇന്നാളുകൾ മുടക്കാണ് മുത്ത് ഹബീബേ. ഹയ്യായ തമ്പുരാന്റെ തുയ്യാ ജന്നാത്ത് വിട്ട് തീയാണവർക്ക് അദാബ്. ഇക്കാലത്തോളം നിനക്കെക്കാലത്തോളവും മരിക്കാതിരിക്കുമോ മൂഢാ. ഇക്കാലത്തോളം നിനക്കെക്കാലത്തോളവും മരിക്കാതിരിക്കുമോ മൂഢാ. അഹദെന്ന അക്ഷരത്തിൽ അകതാരിൽ മീമിലൂടെ അഹദോൻ വീതിച്ചതും നേടാം. അഹദെന്ന അക്ഷരത്തിൽ അകതാരിൽ മീമിലൂടെ അഹദോൻ വീതിച്ചതും നേടാം. ഹക്കായ മാർഗമിൽ നടക്കാൻ ഇന്നാളുകൾ മുടക്കാണ് മുത്ത് ഹബീബേ. ഹയ്യായ തമ്പുരാന്റെ തുയ്യാ ജന്നാത്ത് വിട്ട് തീയാണവർക്ക് അദാബ്. ദേഹത്തിൻ കൂട്ടിലുള്ള റൂഹെന്ന പക്ഷി നിന്നെ ശോകത്തിലാക്കി പറക്കും. ദേഹത്തിൻ കൂട്ടിലുള്ള റൂഹെന്ന പക്ഷി നിന്നെ ശോകത്തിലാക്കി പറക്കും. ധാരകളായി കണ്ണുനീരോടെ മക്കൾ സ്വന്തം ഭാര്യ കുടുംബവും നിൽക്കും. ധാരാളമായി കണ്ണുനീരോടെ മക്കൾ സ്വന്തം ഭാര്യ കുടുംബവും നിൽക്കും. ഹക്കായ മാർഗമിൽ നടക്കാൻ ഇന്നാളുകൾ മുടക്കാണ് മുത്ത് ഹബീബേ. ഹയ്യായ തമ്പുരാന്റെ തുയ്യാ ജന്നാത്ത് വിട്ട് തീയാണവർക്ക് അദാബ്. 6600 പിന്നീട് 66 കൽപ്പന നോക്കേ. 6600 പിന്നീട് 66 കൽപ്പന നോക്കേ. ആളും മേലായ പരിപാലകൻ തന്റെ കലാം കാലഞ്ചത്തോളവും നിൽക്കും. ആളും മേലായ പരിപാലകൻ തന്റെ കലാം കാലഞ്ചത്തോളവും നിൽക്കും. ഹക്കായ മാർഗമിൽ നടക്കാൻ ഇന്നാളുകൾ മുടക്കാണ് മുത്ത് ഹബീബേ. ഹയ്യായ തമ്പുരാന്റെ തുയ്യാ ജന്നാത്ത് വിട്ട് തീയാണവർക്ക് അദാബ്. 120 കാരുണ്യ പരന്നാലായിരത്തെ ഇറക്കി. 160 കാരുണ്യ പരന്നാലായിരത്തെ ഇറക്കി. നൂലാമാലക്കുരക്ക് നീലെ വേലിച്ചെറുത്ത് 4 കാളയൊരുക്കി. നൂലാമാലക്കുരുക്ക് നീലെ വാലിച്ചെറുത്ത് 4 കാളയൊരുക്കി. ഹക്കായ മാർഗമിൽ നടക്കാൻ ഇന്നാളുകൾ മുടക്കാണ് മുത്ത് ഹബീബേ.
ഹയ്യായ തമ്പുരാന്റെ തുയ്യാ ജന്നാത്ത് വിട്ട് തീയാനവർക്ക് അദാബ്. ഹക്കായ മാർഗമിൽ നടക്കാൻ ഇന്നാളുകൾ നടക്കാൻ മുത്ത് ഹബീബേ. ഹയ്യായ തമ്പുരാന്റെ തുയ്യാ ജന്നാത്ത് വിട്ട് തീയാനവർക്ക് അദാബ്. ഓക്കെ, പൂവുകൾ വിതറി പ്രോത്സാഹിപ്പിച്ച എന്റെ ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, സഹപാഠികൾ എല്ലാവർക്കും 1000 നന്ദി ആശംസകൾ നേരുകയാണ്. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് അടുത്ത ആരും കുട്ടികളൊന്നും വരുന്ന കാണുന്നില്ലല്ലോ ഉസ്താദെ, ആരെയും വരുന്ന കാണുന്നില്ല. എന്തൊന്നറിയില്ല, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയോ എന്ന് സംശയം അല്ലേ. അപ്പോ ഇനി ആബിദ് തങ്ങളുടെ അടിപൊളി പാട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കേൾക്കാം. പക്ഷെ ബെൽറ്റൊക്കെ നന്നായിട്ട് ബെൽറ്റ് ഇട്ടിരുന്ന അങ്ങനത്തെ പാട്ടാണ് തങ്ങൾ ബാബു പാട്ട്, മനസ്സിലായില്ലേ? അപ്പോ ചിലപ്പോ പഴയ പാട്ടായിരിക്കും, അതെല്ലാം പുതിയ പാട്ട്, ഏതൊരു പാട്ടായാലും കുഴപ്പമില്ല, പക്ഷെ സംഭവം ഇളക്കം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ച് പരിക്ക് പറ്റിയ നമ്മളൊന്നും ഉത്തരവാദിയല്ല. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഉത്തരവാദിയല്ല. തങ്ങളെ പാട്ട് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി വീണ് മറിഞ്ഞ് എന്തെങ്കിലും പരിക്ക് പറ്റിയാല്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സ്റ്റഡി ആയി നിൽക്കുക. ആബിദ് തങ്ങൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അബ്ദുള്ളച്ചാ, നിങ്ങൾ അങ്ങനെ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട, എന്നെ വാശി പിടിപ്പിക്കാൻ നിക്കണ്ട വെറുതെ. എന്നെ വാശി പിടിപ്പിക്കാൻ കണ്ട. പിന്നെ എന്താന്ന് വെച്ചാല്, ഒന്നാമത്തെ എനിക്ക് എര പോരാ, നിങ്ങളൊന്നും എര പോരാ. നിങ്ങളെ കൂടെ പാടുമ്പോ നമുക്കൊരു എന്തോ ഒരു ഇത് എര തോന്നില്ല. അതിന് കിടപിടിക്കാൻ പറ്റിയ ആരും ഇല്ല. എന്റെ പൊന്നുമക്കള്, ഞാൻ പിന്നെ എന്താന്ന് വെച്ചാല് അബ്ദുള്ള വെച്ച പാടിയനെ ആ പാട്ടിനെ പറ്റി ഒന്ന് വർണ്ണിക്കാൻ വേണ്ടി വന്നാണ്. എന്തായാലും അബ്ദുള്ള വെച്ച നല്ല ഉഷാറായ പാട്ട്, വളരെ മനോഹരമായ പാട്ട്. മാഷാ അല്ലാഹ്. കുട്ടികളൊക്കെ, എന്റെ പൊന്നുമക്കളൊക്കെ ഒന്ന് റീസാൻഡ് ചെയ്ത് വീണ്ടും കുട്ടികൾക്ക് പറ്റിയ പാട്ട്. അല്ലല്ല, നല്ല നല്ല പാട്ട്. എന്തായാലും മക്കൾ കേൾക്കുന്നവരൊക്കെ ഒന്ന് റീസാൻഡ് ചെയ്ത് തരാം. നമ്മളെ ഈ കുരുന്നുകൂട്ടം ഒന്നുകൂടി ഒക്കെ ഉഷാറാക്കുക. എന്റെ സൗണ്ട് കേൾക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് റീസാൻഡ് ചെയ്തേ. കേൾക്കണില്ലേ? ആരും കേൾക്കണില്ലേ? സുന്നി ഗാലറി കുട്ടിയാണോ പടച്ചോനെ? അതൊക്കറിയില്ല. അല്ല അബ്ദുള്ളാജി, നിങ്ങളെ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാ. ഇതൊക്കെ ഓപ്പൺ ഫോറത്തിലാണ് ആവശ്യം വരെ. അബ്ദുള്ള തോട്ടേക്കാട് ആചാര്യ, നിങ്ങളെ ഈ പാട്ട് ഞാൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അത് ഓപ്പൺ ഫോറത്തില് വളരെ മനോഹരമായിട്ട് ഞാൻ അതിൽ കൂടെ കുറച്ച് മസാല കൂട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഓപ്പൺ ഫോറത്തില് ഞാൻ ശരിയാക്കി തരും. നിങ്ങളെ ഒന്ന് പാടിക്കിട്ടിട്ട് റെക്കോർഡ് ചെയ്യാതിട്ട് നിൽക്കുന്നു. എന്തായാലും അത് ഇഷ്ടപ്പെട്ടെനിക്ക്. മക്കളൊക്കെ അവിടെ ഇല്ലേ? കുട്ടികളൊക്കെ ഇല്ലേ? മുനീർ നഴിയുള്ള ഇരുമ്പിൻചോല മോന് കേൾക്കില്ലേ? മുനീർ ഇരുമ്പിൻചോല നല്ല പാട്ട് കേട്ടോ, നല്ല ഉഷാറ് പാട്ട്. അതേമാതിരി റസിൽ എന്ന രീതിയിലുള്ള ആ കുട്ടിയുടെ പാട്ടിന്റെ അടുത്തൊന്നും അബ്ദുള്ളച്ചാറെ പാട്ടൊന്നും ഒരിക്കലും എത്തിയിട്ടില്ല, അതിന്റെ അടുത്തുകൂടെ പോയിട്ടില്ല. അബ്ദുള്ളച്ച ആദ്യമൊക്കെ അത് കേട്ട് പഠിക്കണം. ആ റസില്, അതേമാതിരി ആ മുനീർ ഇരുമ്പുംചോല, അതൊക്കെ കേട്ട് പഠിക്കുക ആദ്യം. അതൊക്കെയാണ് പാട്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ കുട്ടികളിപ്പോ ഉറങ്ങും. നിങ്ങള് അല്ല, ഞാനത് കണ്ടാണ് നമ്മളെ കുട്ടികൾ ഉറങ്ങണ്ടെന്നിട്ടാണ് ഞാൻ പാട്ട് പാടാത്തത്. അല്ലെങ്കിൽ ആ പാട്ട് കുട്ടികളൊക്കെ ഉണർന്നിരിക്കുക, കുട്ടികളെല്ലാവരും കൈ പൊക്കണമെങ്കിൽ ഞാനൊരു 2 വരി മൂളായിരുന്നു. പക്ഷെ കുട്ടികളാരും കൈ പൊക്കണില്ലല്ലോ, ഒക്കെ ഉറങ്ങി തോന്നണം. കുട്ടികൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാട്ടുകൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുട്ടികളാരും ഇല്ല. അതുകൊണ്ട് മാത്രം കുട്ടികള് മുനീർ, അതേമാതിരി റസീൽ മോള് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു കൈ നോക്കായിരുന്നു. പക്ഷെ അവരാരും അതുകൊണ്ട്
കൈ പൊക്കി വരുന്നില്ല. എന്തായാലും ഇൻഷാ അല്ലാ അവരൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാം ഇൻഷാ അല്ലാ. അപ്പോ നമ്മളെ സിത്താര അബ്ദുള്ള അത് നല്ലൊരു പാട്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് നല്ലൊരു പാട്ട് പാടി തോന്നുന്നു. സിത്താര അബ്ദുള്ള എന്ന ഐഡിയുള്ള ആ മോള് നല്ലൊരു പാട്ട് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്നത്തെ പ്രാവശ്യം നല്ലൊരു പാട്ട് പാടി. ഇൻഷാ അല്ലാ നമുക്ക് അതിമനോഹരമായ ഒരു പാട്ട് അല്ലെ അന്ന് പാടിയത്. ഒരു പാട്ടും പാടിയ നല്ലൊരു കഥ അല്ലെ, നല്ലൊരു കഥ പറഞ്ഞു തന്നു നമുക്ക്. നല്ലൊരു കഥ, നല്ലൊരു ഒരു വായന കേൾപ്പിച്ചു തന്നു. എന്തായാലും ഇൻഷാ അല്ലാ ആ മോളുടെ ഒരു നല്ലൊരു കഥയോ അല്ലെങ്കിൽ പാട്ടോ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് എന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെന്ത് പറ്റി മോളെ? നിങ്ങളെത്രയും വർണ്ണിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോ നിങ്ങള് ഓമന മുഹമ്മദിനെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിപ്പോയത് ശരിയായി, എന്തായാലും ശരിയായില്ല. നല്ലൊരു പാട്ടാണ് അത്. രണ്ടുപേരി പാടിയിട്ട് അത് നിർത്തിപ്പോയത് എന്തായാലും ശരിയില്ല. എന്തായാലും മോള് വീണ്ടും വരും എന്ന പ്രതീക്ഷയോടെ ഇൻഷാ അല്ലാ ഞാൻ മൈക്കൂടുന്നു. നമ്മളെ ഇല്ല ഞാൻ പാടാ പറഞ്ഞ ഞാന് അബ്ദുള്ളൊക്കെ അല്ലപ്പോ എനിക്ക് അവരെ കൂടെ ഒക്കെ പാടാന് ബുദ്ധിമുട്ടുണ്ട്. ഇതില് അവരൊന്നും നമുക്ക് എര പോരാ. അതാണ് കുട്ടികളെല്ലാവരും ഒന്ന് റൈസാൻഡ് ചെയ്യുക. റൈസാൻഡ് ചെയ്തിട്ടൊരു പാട്ടൊക്കെ പാടിയാൽ ഇൻഷാ അല്ലാ ഞാനും പാടും ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുഞ്ഞാമു ബദിര നിങ്ങളവിടെ ഇല്ലേ? ബദിര, കുഞ്ഞാമു ബദിര പാട്ട് കേൾക്കുന്നുണ്ടോ? മൈക്ക് വേണോ? മൈക്ക് വേണോ? ചെങ്ങൾക്ക് ഇതുപോലെ തങ്ങളൊക്കെ പറയും. തങ്ങള് അത് ഈ മുന്തിരി കിട്ടാതപ്പോ പിന്നെ കുറുക്കൻ പറഞ്ഞില്ലേ, അത് പുളിയാണ്, അത് കയ്പാണ്, അത് ആർക്കും തിന്നാൻ കൊള്ളാത്തതാണ്. പക്ഷെ കിട്ടിയ അങ്ങ് കടിച്ചു മുറിച്ച് തിന്നാളില് ഏർപ്പാടായിരുന്നു. അതുപോലെയാണ് തങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? നമ്മളെ മുമ്പിൽ പാടാൻ പറ്റൂല. തങ്ങൾക്ക് നമ്മളെ മുമ്പിൽ പാടാൻ കുട്ടിയല്ല, തങ്ങൾ തന്നെ വന്നാൽ നമുക്ക് പാടാൻ പറ്റൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വെല്ലുവിളിക്കാണ്, ധൈര്യം കൊണ്ട് പാടുന്നതാണ്. എന്റെ ഒരു വെല്ലുവിളി നിങ്ങളെ ഏറ്റെടുക്കും. ഏതായിരുന്നാലും അതെ തങ്ങൾ പാടൂല, വെറുതെ സ്വീപ്പാക്കും. ഏതായിരുന്നാലും ഞാനൊരു പാട്ട് എ വി മുഹമ്മദ് സാഹിബിന് ഇന്ന് മൂക്കടപ്പ് എല്ലാം ഉണ്ട്. ശബ്ദം കുറവാണ്. ശബ്ദം ഞാൻ എന്റെ ഒരു പഴയ മൈക്ക് ഉണ്ടായിരുന്നു, അത് വേറൊരു സ്ഥലത്ത് ഞാനത് കെട്ടിത്തൂക്കി. അപ്പൊ അതിന് പകരം വേറെ ഒരെണ്ണം ഞാൻ കൊണ്ടുവന്നതാ ഇത്. പിന്നെ ഇതിൽ കുറച്ച് ശബ്ദം കുറവുണ്ട്, അടുത്ത് പിടിക്കേണ്ടി വരുന്ന മൈക്ക്. അതങ്ങനെയല്ല, അത് കുറച്ച് ദൂരം പിടിച്ചു വെക്കുന്നത് നമുക്ക് സംസാരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു മൈക്കാണ്. പക്ഷെ അത് മാറ്റി ഇപ്പൊ വേറൊരു പുതിയ ഒരെണ്ണം ഞാൻ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ?